അഭിമന്യ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് സത്യം പറയുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരനുഭവം എൻ്റെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കുന്ന കാര്യം. ആദ്യത്തെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, പിശാചുക്കൾ പുറത്തു പോകുന്ന അനുഭവം ഉണ്ടാകുന്നുവെന്നാണ്. സത്യമായി ഞാൻ പറയട്ടെ, ഇനിയും പിശാചുക്കൾ പോകാതെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP ശശി തരൂർ, ഞങ്ങളുടെ MP, അദ്ദേഹം പറഞ്ഞു, കാട്ടാക്കടയിൽ നിന്ന് ഒരു ഹൈന്ദവ കുടുംബത്തിലെ അമ്മ എനിക്ക് എല്ലാ വിഷുവിനും 10 രൂപ അയക്കുമായിരുന്നു. സത്യമാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ സവിനയം ഒരു കാര്യം ഉണർത്തിക്കുന്നു. ആ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചു. ഇനി വിഷുക്കൈ നീട്ടം ആര് തരും? ലോകമറിയുന്ന പാർലമെൻറ്റേറിയനും അത്യാവശ്യം 10 രൂപ എടുക്കാൻ വകുപ്പുള്ളവനുമായ നമ്മുടെ MP തരൂർ സാറ് അടുത്ത വിഷു മുതൽ അതിൻ്റെ തുക 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് സ്ഥിരമായി ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് അയച്ചു തരുന്നതാണെന്ന അദ്ദേഹത്തിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ 5 പേജ് നന്ദി പറയാൻ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആ ഫയൽ അവിടെ തന്നെ വെച്ചു. I thank you all for the friendship, the encouragement and the prayerful support that you have been extending me, not only since 25 years, but from my childhood onwards. ഞാനിവിടെ നിൽക്കുമ്പോൾ രാജ്യസഭ നിയന്ത്രിച്ചിട്ടുള്ള പ്രഗത്ഭനായ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഒരു കുഞ്ഞാടിനെ പോലെ ഈ മുൻനിരയിൽ കഴിഞ്ഞ 3 മണിക്കൂറായി ഇരിക്കുന്നത് കാണുമ്പോൾ ഐ ഹാവ് നോ റൈറ്റ് ടു സ്പീക്ക് ഫർദർ. മഹനീയ സാന്നിധ്യം ധാരാളം നമുക്ക് ലഭിച്ചു. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയും മേഘാലയ മുഖ്യമന്ത്രി പ്രഗത്ഭനായ ലോക്സഭാ സ്പീക്കർ സഗ്മാജിയുടെ മകൻ കൊൺറാഡ് സഗ്മയും ഇവിടെ വന്ന് നമ്മുടെ സഭയെയും നമ്മുടെ ഈ സമൂഹത്തെയും നമ്മുടെ നിലപാടുകളിലെ മതേതര സ്വഭാവത്തെയും ഉറപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അനുഗ്രഹങ്ങൾ നൽകി. കേരളത്തിൻ്റെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ നമ്മോട് അവരുടെ സ്നേഹം വേദിയിൽ വന്ന് വാക്കുകളിലൂടെയും സദസ്സിൽ ശാന്തമായി മണിക്കൂറുകൾ ഇരുന്നും അവർ നമ്മോട് പങ്കുവച്ചു. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ സദസ്സിൽ വന്ന് ഇരുന്ന് നമ്മോട് നമ്മുടെ ബന്ധം അറിയിച്ചു. നിങ്ങളെല്ലാവരോടും ഈ സഭയ്ക്കുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. അഭിനന്ദരായ പിതാക്കന്മാരുടെ കൂട്ടായ്മ എനിക്ക് ഹൃദയത്തിൽ എപ്പോഴും ബലം നൽകുന്ന ഒരനുഭവമാണ്. And I have no hesitation to say in public, when I asked for a meeting or when I asked for a collaboration, I have never heard a no from any one of our church leaders. Always the answer was positive. അത് വളരെ വ്യക്തമാണ്. ഇത്രയും ഉന്നതരായ സഭാധ്യക്ഷന്മാർ ഇത്രയും മണിക്കൂറുകൾ നമ്മോടൊപ്പം ഇവിടെ ചെലവഴിക്കുന്നത് ഒറ്റ കാരണത്താലാണ്. ഒരു കരുണയുള്ളവരും ബന്ധമുള്ളവരുമാണ്. In a special way, I thank His Beatitude Moranmor Yusuf Yunan III, the Patriarch of the Syrian Catholic Church of Antioch, residing in Lebanon, who has come all the way from Beirut to Trivandrum to bless us and to strengthen us at a time when they need our prayerful support and solidarity. This is his 6th visit to India, enabling us
to go ahead as a Church of Christ spread throughout the world, keeping the legacy of an Eastern Catholic Church focused in the West Syrian tradition. Your Beatitude, Saidna, thank you so much for your gracious presence. ഞാൻ ഓരോ പിതാവിൻ്റെയും നന്ദിയോടെ പറയുന്നില്ല. യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അഭിനന്ദനായ ശ്രേഷ്ഠ ബാവ തിരുമേനി, അദ്ദേഹത്തോട് ഞാൻ 4 മാസം മുമ്പ് പറഞ്ഞു, എൻ്റെ ജൂബിലി സഭ ആഘോഷിക്കുന്നുണ്ട്, വരണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ സമയത്ത് അമേരിക്കയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല, ദയവായി എന്നോട് പൊറുക്കണം. തിരുമേനിക്കും ഒരു കാര്യം മനസ്സിലായല്ലോ, മോൾ ഒരാളുണ്ട്, അദ്ദേഹം തീരുമാനിക്കും. ഒരാഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് കിട്ടി, എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, നേരെ വഴിക്ക് വാ. അപ്പോൾ ഇന്ന് പിതാവ് നാട്ടിൽ വന്ന ശേഷം എടുത്തിട്ടുള്ള ആദ്യത്തെ പൊതുവായ പരിപാടിയാണ്. അങ്ങയുടെ സ്നേഹം സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തെഡോഷ്യസ് തിരുമേനി എപ്പോഴും എന്നോട് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഈ ശ്രേഷ്ഠ ബാബായുടെയും അഭിനന്ദനായ മെത്രാപ്പൊലീത്തായുടെയും സഭയിൽ നിന്ന് ഇന്ന് എത്ര പിതാക്കന്മാർ ഇവിടെ വന്നു എന്ന് ഞാൻ എണ്ണിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ധാരാളം പിതാക്കന്മാർ ഇവിടെ സന്നിഹിതരാണ്. പിതാക്കന്മാർ സ്നേഹത്തോടുകൂടി ഈ സമയമൊക്കെയും ഇവിടെ കാത്തിരുന്നത് ഞാൻ ഹൃദയപൂർവ്വം കാണുന്നു. സിറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സഭാധ്യക്ഷനോട് വരാൻ സാധ്യമല്ല. തട്ടിൽ പിതാവിൻ്റെ പ്രത്യേക സ്നേഹം അറിയിച്ചത്, അഭിനന്ദ കല്ലറങ്ങാട്ട് പിതാവെ, ഈ സഭയുടെയും വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും ഈ പിതാക്കന്മാരുടെയും സ്നേഹവും പ്രാർത്ഥനയും മലബാർ സഭയോടൊപ്പമുണ്ട്. ഞങ്ങളുടെ സ്നേഹം സിനഡിൽ പൊതുവായി അറിയിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ നിർദ്ദേശിക്കട്ടെ. ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പരമാധ്യക്ഷനായ തേഫലോസ് തിരുമേനി, ദക്ഷിണേന്ത്യൻ മഹാ ഇടവകയുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അഭിനന്ദനായ ജോസ് ജോർജ് തിരുമേനി, പൗരസ്ത്യ സഭയുടെ ഭാരതത്തിലെ അധ്യക്ഷനായ ഔഗീൻ കുറിയാക്കോസ് തിരുമേനി, ഈ പിതാക്കന്മാർ എല്ലാവരും നമ്മോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്നു. കേരള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ സാന്നിധ്യം, ലത്തീൻ സഭയിലെ നമ്മുടെ സ്വന്തം അയൽക്കാരനായ തോമസ് നെറ്റോ പിതാവ് തുടങ്ങി ഇവിടെ ധാരാളം പിതാക്കന്മാർ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്നേഹം അറിയിക്കുന്നു. And we are blessed to have the presence of His Eminence Cardinal Oswald Gracious, our beloved since 25 years. Pater, Pater et Caput for the whole church in India and the whole church of Asia, who has come all the way from Bombay in spite of the slight health issues. He is here still staying with us, and he has not eaten anything so far, waiting for us. You are great. We are proud of you. The new Archbishop of Bombay, Archbishop John, could you just please rise? He is the new Archbishop of Bombay. Bombay is not just like a diocese or archdiocese. Bombay has a significant role in guiding the church in India. And Archbishop John had the birthday yesterday, and he has come to be with us. John, may God give you good health and strength. And to our beloved lay leaders, all of them, Christy is the president of the youth movement. Shija is the president of our Malangara Mothers Forum, and Mr. Baiju is the president of the Malangara Catholic Association. Our dear Santosh Matthew IAS, son of A.M. Matthew sir, and our former Chief Secretary John Mathai sir,
and Advocate Jojo, our Pastor Council Secretary, and our dear Jacob Pannu sir, our former DGP and the Pastor Council Secretary as well. We have with us Dr. Andos Antony, the Vice President of the Catholic Council of India. The President of the Council is the President of the Bishops' Conference of India, and the Vice President is a layman elected, and Mr. Andos is the leader of our church, the Pastor Council in India. Very happy to have him. Athanasius തിരുമേനി വർഷങ്ങളായി ബന്ധമുള്ള സാത്വികനായ തിരുമേനിയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമ്മുടെ ദിവന്നാസ്യോസ് തിരുമേനിയും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും അഭിനന്ദനായ അത്തനാസ്യോസ് തിരുമേനിയും അനേകം സഭാമക്കളും അനേകം 10-ൽ കൂടിയ അവരുടെ വിവിധ കമ്മിറ്റികളിലുള്ള മെമ്പേഴ്സൊക്കെ ഇവിടെ വന്നത് ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു. അവരെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഈ സാന്നിധ്യം, ഈ സഭയിലെ നമ്മുടെ ഒരു കൂട്ടായ്മ, മോർ ദാൻ മൈ പേഴ്സണൽ സിൽവർ ജൂബിലി, ഇറ്റ് വാസ് ദ ജൂബിലി ഓഫ് അവർ ചർച്ച്. അവർ ആർച്ച് ബിഷപ്പ് മർക്കൂറിലോസ് തിരുമേനി and our auxiliary bishop Alexius, they really did the remarkable work of coordinating each one of you. I said, spare me because it is my jubilee. Let me be in peace. And they have done the work, I believe, in a commendable way. And I thank them wholeheartedly on behalf of all of you for such Herculean task of coordinating everything within the short span of time these days, even surpassing the negative part of the climate and things like that. I thank Kurlos Rimeni and Alexios Rimeni most sincerely for their affection and for their hard work. ഈ സഭയിലെ അഭിനന്ദരായ പിതാക്കന്മാർ എനിക്ക് ഒപ്പമുണ്ട് എന്നത് നിസ്സാരമല്ല. എന്നെ അത് ബലപ്പെടുത്തുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ സഭയിലെ വൈദികർ, ഈ സഭയെ എപ്പോഴും കരുതുന്ന സഹോദരങ്ങൾ, ഈ സഭയിലെ സമർപ്പിതർ, കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കമിഴ്ന്ന് വീണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആരുമില്ലാത്തവരെ സംരക്ഷിക്കാൻ ഈ സഭയിലെ ആയിരക്കണക്കിന് സന്യാസിനികൾ തയ്യാറാണ് എന്നത് അസാധാരണമായ ബലം എൻ്റെ ശുശ്രൂഷയ്ക്ക് നൽകുന്നു. ഇതിനെല്ലാം ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സഭയിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ അവരേറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരില്ലെങ്കിൽ ഈ സമൂഹമില്ല, ഈ സഭയിൽ. കുടുംബമാണ് അടിസ്ഥാനം. എൻ്റെ കുടുംബത്തെ ഹൃദയപൂർവ്വം, എൻ്റെ കുടുംബം എന്നതിന് അമ്മ പറഞ്ഞ ആ കുടുംബത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെല്ലാവരും ചേർന്ന് വിശാലമായി വരച്ച ഒരതിർത്തി. എൻ്റെ കുടുംബം തോട്ടെങ്കിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. എൻ്റെ കുടുംബം ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതിൽ അങ്ങനെ പറയുന്നതിലും അങ്ങനെ വിചാരിക്കുന്നതിലും ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായി അഭിമാനിക്കുന്നു. And our apostolic nunciature was represented by Monsignor Andrea Francia, the first counselor on Shardia affair. At the moment, as we don't have the apostolic nuncio now, we are waiting for the appointment. And he has been kind enough to come over here and to do the work of the apostolic nuncio in celebrating Silver Jubilee with us. And the Holy Father has really surprised me. We have met him on 15th of June in the Vatican. That day he wished me happy birthday. That happened to be my birthday. We never asked for our audience with him.
we asked for an audience from 10 to 16. Any day is convenient for His Holiness, but it was graciously granted on 15th of June. That was my birthday, without even mentioning that we asked for an appointment. But Holy Father was there to wish me happy birthday. And today he surprised me with his own personal message on the occasion of my silver jubilee. Such great privilege I have received from the Holy Father. I thank him from this podium. My devotion, my filial commitment, and the unconditional support to the ministry of His Holiness Pope Leo XIV, the successor of Saint Peter at the throne of Saint Peter in Rome. And I have to mention, we have my friend Charles Mendes. He's a close collaborator of Saint Mother Teresa. He was the one who was always promoting the cause of Mother Teresa in the Vatican and everywhere. I have met him in that capacity as well. We have met him in Vatican regarding that. And Charles has taken a great sacrifice to travel from Nepal to Trivandrum. He reached this early morning and he will be leaving shortly. Charles, I thank you most sincerely for your love, and if you could just show your face to them, they will be very happy and I will be grateful. Thank you, Charles. God bless you. Concluding remark, we have our friends, my friends from the United States. I don't mention any family's name, but you know whom I mean. They have traveled all the way just to be with me and with us. And that is something striking in my life all throughout. Though unworthy I am, the Lord has counted me because you remember me in His presence. വേദപുസ്തകത്തോട് എന്നെ ചേർത്ത് നിർത്തിയ അമ്മയും ബലിപീഠത്തോട് എന്നെ ചേർത്ത് നിർത്തിയ ആധ്യാത്മിക പിതാക്കന്മാരും ശിരസിൽ കൈവച്ച് അഭിഷേകിച്ച ബസേലിയോസ് ബാവ തിരുമേനിയും കൂടെ നിന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരും ഇപ്പോൾ ഈ ബലിയോട് ചേർന്ന് നിന്ന നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരും എൻ്റെ മനസ്സിന് സന്തോഷം പകരുന്നവരും എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ഉറപ്പിക്കുന്നവരുമാണ്. സഹപാഠികളായ എൻ്റെ സ്നേഹിതർ ഇവിടെയുണ്ട്. പല സെമിനാരികളിൽ പഠിച്ചതുകൊണ്ട് സുഹൃത്ത് ബന്ധം വളരെ നന്നായി അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. തിരുവല്ലയിലും സെൻറ്റ് ബർഖമാൻസിലും ആലുവയിലും പേപ്പൽ സെമിനറിയിലും ബാംഗ്ലൂർ വിദ്യാപീഠത്തിലും റോമിലെ അഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിലും എനിക്ക് ലഭിച്ച വലിയ സുഹൃത്ത് ബന്ധം നന്ദിയോടെ ഓർക്കുന്നു. നന്ദി പറയാൻ അനേകരുണ്ട് എന്ന് എനിക്ക് ഐ എം ഒബ്ലൈസ്ഡ് ടു മെൻഷൻ സോ മെനി നെയിംസ്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും അൽമായ സഹോദരങ്ങളോടും സെമിനാരിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും ഞാനൊരു മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ പേര് പറയാത്തത് നിങ്ങളുടെ പേര് എനിക്കറിയാത്തത് കൊണ്ടല്ല. ഇനിയും താമസിച്ചാൽ ഭക്ഷണ സാധനത്തോട് ആഹാരക്രമത്തോട് ഞാൻ കൂടി ഒരു തെറ്റ് കാണിക്കുന്നതിൻ്റെ ഭാഗമാകും. ആഹാരത്തെ അങ്ങനെ ബഹുമാനിക്കാതിരിക്കുന്നതും പാപമാണല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല. നമ്മൾ ഒരുമിച്ച് എത്രയോ സന്ധ്യകളിൽ ഈ പന്തലിലും പരിസരത്തുമൊക്കെ
നിന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരിട്ട് ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ ആരൊക്കെയാണ്, എവിടൊക്കെയാണ്, എന്താണ് ആഗ്രഹിച്ചതെന്ന്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ, I have never seen bishop sitting for such a long time without giving a speech. Usually when a bishop is invited, naturally people think they will have a speech. ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയും നമുക്കിരിക്കാം. And it is very difficult to have the protocol kept in such a meeting. I thank you all. എന്നെ ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ഇതുവരെ സ്നേഹിച്ചതുപോലെ കൂടുതൽ സ്നേഹിക്കണം. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ബലം നൽകണം. എൻ്റെ വഴികളിൽ നിങ്ങൾ ദിശാബോധം നൽകണം. സർവ്വ മനുഷ്യർക്കും വേണ്ടി നിൽക്കാൻ നിങ്ങളെന്നെ നിർബന്ധിക്കണം. ഞാൻ എൻ്റെ പള്ളിക്കുള്ളിൽ മാത്രം പരിമിതപ്പെടാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തണം. നിങ്ങളെന്നോട് കരുണ കാണിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഞാൻ വിട്ടുപോയി എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവരെ സ്നേഹപൂർവ്വം ഹൃദയത്തിൽ ഞാൻ ഓർക്കുന്നു എന്നത് സൂചിപ്പിച്ച്, ഇന്ന് വന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃനിര അനിതര സാധാരണമായ ഒരു സാന്നിധ്യമാണ്. പ്രത്യേകം സന്തോഷത്തോടെ ഓർക്കുന്നു. തലസ്ഥാന നഗരിയിൽ എന്നോടൊപ്പമുള്ള അഭിനന്ദനായ നെറ്റോ പിതാവിനോടും ക്രിസ്തുദാസ് പിതാവിനോടും, നെയ്യാറ്റിൻകരയിലെ അഭിനന്ദനായ സെൽവരാജ് പിതാവിനോടും, നമ്മുടെ മാർത്തോമാ സഭയുടെ ബീലക്സിനോസ് പിതാവിനോടും, CSI സഭയുടെ പ്രിൻസൺ പിതാവിനോടും, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിനന്ദനായ തറയിൽ പിതാവിനോടും, ഇവിടെയുള്ള മറ്റ് സഹോദരി സഭകളിലെ അഭിനന്ദരായ പിതാക്കന്മാരോടും സുവിശേഷകന്മാരോടും ഒക്കെയുള്ള എൻ്റെ ബന്ധവും സ്നേഹവും അറിയിച്ച്, എൻ്റെ സഭയിലെ പിതാക്കന്മാരെയും അച്ഛന്മാരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ഗോഡ് ബ്ലെസ് അവർ കൺട്രി ആൻഡ് ഗോഡ് ബ്ലെസ് അവർ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ് to a land which is so sacred and which should remain forever. Thank you very much.